ഹായ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളിലൊന്നായ ഈ ലാക്മേയുടെ വെള്ള നെയിൽ പോളിഷ് എൻ്റെ ഇടത് കൈയിൽ ഇടുന്നതിനെക്കുറിച്ചാണ്. ഇത് വെറുമൊരു നെയിൽ പോളിഷ് ഇടൽ മാത്രമല്ല, എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരുപാട് ഓർമ്മകളും ഇഷ്ടങ്ങളുമെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. എൻ്റെ നെയിൽ പോളിഷ് യാത്ര പറയാൻ തുടങ്ങുമ്പോൾ അത് ഒരുപാട് വർഷങ്ങൾ പിന്നോട്ട് പോകും. ഞാൻ ഓർക്കുന്നു, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് കളർ പെൻസിൽ പോലെ തന്നെ നെയിൽ പോളിഷും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ഇതിനെ ക്യൂടെക്സ് എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴും ചിലരൊക്കെ നെയിൽ പോളിഷിനെ ക്യൂടെക്സ് എന്നായിരിക്കും വിളിക്കുന്നത്, അല്ലേ? ആ പേര് ഒരുപാട് കാലം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെയാണ് ഈ നെയിൽ പോളിഷ് എന്ന പേര് പ്രചാരത്തിലായത്. എൻ്റെ നാട് കാസർഗോഡായിരുന്നു. അവിടെ ഞാൻ ചെറുതായിരുന്നപ്പോൾ സത്യം പറഞ്ഞ ഈ നെയിൽ പോളിഷ് എന്ന് പറയുമ്പോൾ ചുവന്ന നിറം, അതായത് നല്ല റെഡ് കളർ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അതുമാത്രമേ അന്ന് ചില കടകളിലൊക്കെ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അന്ന് വേറെ കളറുകളൊന്നും അത്രയ്ക്ക് സാധാരണമായിരുന്നില്ല എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് ഇത് ഒരുപാട് പണ്ടൊന്നുമല്ല കേട്ടോ. ചുവപ്പ് നെയിൽ പോളിഷ് ഇട്ട് നടക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. ഒരുപാട് കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ മാത്രം കയ്യിൽ നെയിൽ പോളിഷ് ഇട്ട് സ്കൂളിൽ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അതൊക്കെ വലിയൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പണ്ടൊക്കെ ഈ നെയിൽ പോളിഷ് എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. ഒരു നെയിൽ പോളിഷ് ഇട്ട് അത് പഴയതാകുമ്പോൾ അല്ലെങ്കിൽ കളർ മങ്ങിത്തുടങ്ങുമ്പോൾ മാറ്റാൻ വേണ്ടി നമ്മൾ ആവുന്നതെല്ലാം ചെയ്യും. ചിലപ്പോൾ കൈകൊണ്ട് മാന്തിയെടുക്കും, ചിലപ്പോൾ ബ്ലേഡ് വെച്ച് പതുക്കെ ചുരണ്ടി മാറ്റാൻ ശ്രമിക്കും. അതൊക്കെ വലിയ പണിയായിരുന്നു. വിരലുകൾക്കൊക്കെ വേദന എടുക്കുമായിരുന്നു. അന്ന് റിമൂവറിനെ കുറിച്ചൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ നെയിൽ പോളിഷ് റിമൂവർ എന്നൊരു സാധനം ഉണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ 5ലോ 6ലോ പഠിക്കുമ്പോഴാണ്. ആദ്യമായി അത് ഉപയോഗിച്ച് നെയിൽ പോളിഷ് മായ്ച്ചപ്പോൾ എനിക്ക് അത്ഭുതമായി തോന്നി. റിമൂവർ വാങ്ങിച്ചുപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നെയിൽ പോളിഷ് മാറ്റുന്നത് എത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതോടെ നെയിൽ പോളിഷുകളോടുള്ള ഇഷ്ടം കൂടി വന്നു. പുതിയ കളറുകൾ വരുമ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. നെയിൽ പോളിഷിൻ്റെ നിറങ്ങളിലും ബ്രാൻഡുകളിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് പ്രിയപ്പെട്ട പുതിയ നിറങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. മെറൂൺ, പിങ്ക്, ബ്രൗൺ, നീല, അങ്ങനെ ഒരുപാട് കളറുകൾ എൻ്റെ നെയിൽ പോളിഷ് ശേഖരത്തിൽ നിറഞ്ഞു. ഓരോ നിറത്തിനും ഓരോ മൂഡുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ വളരെ ബോൾഡായിട്ടുള്ള റെഡ് കളർ ഇടും, ചിലപ്പോൾ ശാന്തമായ ഒരു പിങ്ക് കളർ, ചിലപ്പോൾ ക്യൂട്ട് ആയ ബേബി പിങ്ക്. പക്ഷെ ഒന്നിൽ മാത്രം മാറ്റം വന്നില്ല: എൻ്റെ നെയിൽ പോളിഷിനോടുള്ള ഇഷ്ടം. അത് അന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുന്നു. ഇപ്പോഴും നെയിൽ പോളിഷ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എല്ലാ സ്ട്രെസ്സും മാറ്റുന്ന ഒരു ഹോബിയാണിത്. ഇന്ന് ഞാൻ എൻ്റെ ഈ വെള്ള നെയിൽ പോളിഷ് ഇടുന്നത് കാണുമ്പോൾ എൻ്റെ പഴയ ക്യൂടെക്സ് ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വരികയാണ്. ഈ വെള്ള നിറം എനിക്കിഷ്ടപ്പെട്ട ഒരു ക്ലാസിക് ചോയ്സാണ്. ഇത് ഏത് ഡ്രസ്സിനോടൊപ്പം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു എലഗൻറ്റ് ലുക്ക് തരും. എൻ്റെ ഇടത് കൈയിലെ നഖങ്ങളിൽ ഈ വെള്ള നെയിൽ പോളിഷ് ഇടുന്നത് എനിക്കൊരു തരം റിലാക്സേഷനാണ്. ഓരോ തവണ നെയിൽ പോളിഷ് ഇടുമ്പോഴും ഞാൻ വളരെ സന്തോഷവതിയാകും. എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളിലേക്ക് ഒരു യാത്ര പോയ പോലെ. നഖങ്ങളിൽ നെയിൽ പോളിഷ് ഉണങ്ങാനായി കാത്തിരിക്കുന്നത് പോലും എനിക്കിഷ്ടമാണ്. ഒരുപാട് ക്ഷമ ആവശ്യമുള്ള ഒരു കാര്യമാണത്. പക്ഷെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ആ കാത്തിരിപ്പിന് ഒരു ഫലമുണ്ടായി എന്ന് തോന്നും. കണ്ടില്ലേ, എന്തു ഭംഗിയായിരിക്കുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു നെയിൽ പോളിഷ് ജേണി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ വെള്ള നെയിൽ പോളിഷ് ഇടുന്നതിൻ്റെ ഒരനുഭവവും ഇതുതന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ നെയിൽ പോളിഷ് ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. See you in the next video.